അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലെത്തിയിട്ടുള്ള ദിവസമാണ്. അപ്പം രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ പ്രകൃതി രമണീയമായ കാഴ്ചകളും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് രാവിലത്തെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എടുത്തൊരു വീഡിയോ കേട്ടോ. നിറയെ പൂക്കളും ചെടികളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് എന്താ പറയുക, ചെടിയൊക്കെ മഴ പെയ്തിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ നമ്മുടെ കൊക്കോ എല്ലാം ഇവിടെ പറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ കിടാവ് ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന് വീഡിയോ എടുക്കാൻ പോയപ്പോൾ. നല്ല രസമല്ലേ കാണാൻ. ഒരു പ്രാവശ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ. ചാടി വന്നിട്ട് താഴെ വീട്ടിലല്ലേ അയച്ചു വിട്ടപ്പം ഓടി വന്നു. എന്ത് രസമാണ് കാണാൻ. അതേപോലെ തന്നെ മറ്റേ കോഴികളെയും കാണാം, നല്ല രസമാണ്. പിന്നെ ഈ മഴ പെയ്തിട്ട് റബ്ബറിൻ്റെ ചുവട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ വളർന്നിട്ട് നല്ല രസമായിട്ടോ കാണാൻ. മൊത്തം പച്ചപ്പാണ്. ഈ വർഷം നേരത്തെ മഴ പെയ്തല്ലോ, അതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കുറേ ചെടികളുണ്ട് കേട്ടോ ചേച്ചീൻ്റെ അടുത്ത്. നല്ല നല്ല ചെടികളും നല്ല റോസാപ്പൂക്കളും ഒരുപാടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കപ്പളമുണ്ട്, കപ്പളങ്ങയൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ. കുറേ കപ്പളമുണ്ട്. ചേച്ചി പറഞ്ഞിങ്ങനെ കുരു ഇങ്ങനെ എറിയുമ്പം മുറ്റത്തൂടെയൊക്കെ ആയി വരുന്നതാണ്. ഒരുപാടുണ്ട് കേട്ടോ തൈ ഇങ്ങനെ മുളച്ച് വന്നിട്ട്. ഇനി പോകുമ്പോൾ നമ്മുടെ റെഡ് ലേഡി കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോയി നടണം ഇവിടുന്ന് കുറച്ച് തൈകളെല്ലാം. അപ്പം രാവിലെ തന്നെ ഞാനിങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല രസമല്ലേ, കൊക്കോ എല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പം പയറും പച്ചക്കറി അധികമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് നട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി. ഇപ്രാവശ്യം അത്രയില്ല, പയറൊക്കെ ഉള്ളൂ. അങ്ങനെ പറമ്പിക്കടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ നടക്കുവാണ്. ഇങ്ങനെ ഫുള്ള് പുല്ലാണ്. മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് പുല്ല് പിടിച്ചിട്ടുണ്ട് റബ്ബർ തോട്ടത്തിൻ്റെ അകത്ത്. മുഴുത്ത തേക്കുമരം കണ്ട നിൽക്കുന്നത്. എല്ലാം മുഴുത്ത വെട്ടി പാലെടുക്കാനുണ്ട്. അപ്പം ചേട്ടായിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര കഷ്ടമാണ്. നോക്കി ഇതേപോലെ കുന്നാണ്. റബ്ബർ പാലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര കഷ്ടമാണ്. കണ്ടോ, ഇങ്ങനെയുള്ള വഴിക്കൂടിയൊക്കെയാണ് പോകേണ്ടത്. ഓരോ റബ്ബറിൻ്റെ ചുവട്ടിൽ നിന്ന് അടുത്ത റബ്ബറിൻ്റെ ചുവട്ടിലോട്ട് എത്തണമെങ്കിൽ നല്ല സമയം പിടിക്കും. രാത്രിക്കെല്ലാം ആഞ്ഞിലി മരമാണ്. ഇതുണ്ടോ, ആ പ്ലാവ് നിറച്ച് ചക്കയാണേ. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് അടുത്ത് വരുമ്പോൾ ഇതുണ്ട്. ഇപ്പം നോക്കുമ്പോൾ കാണത്തില്ലേ ഇങ്ങനെ പ്ലാവിൻ്റെ. ഇതിപ്പോൾ ഞാൻ അകലേന്നാണ് പിടിക്കുന്നത്. പിന്നെ നോക്ക്, ഇവിടെ ഒരു പ്ലാവേൽ ദൂരം. പക്ഷേ ഇതൊന്നും ഇടാൻ പറ്റില്ല, കാരണം മരം ഭയങ്കര വലുതാണ്. പ്ലാവേൽ ഇഷ്ടം പോലെ ചക്കയുണ്ട്. ഉണ്ടോ, ചക്കകൾ മാത്രം പഴുത്തും ഇല്ലാതെയൊക്കെ. പക്ഷേ ഇതൊന്നും ഇടാൻ പറ്റില്ല, അത്ര ഹൈറ്റില്ല ഇതുള്ളത്. രേത്ത വാഴക്കൊല നന്നായിട്ട് കൊലച്ച് വരുന്നുണ്ട്. കൊലച്ച് മൂത്ത് വരുന്നതാണിത്. കൊക്കോ ഇഷ്ടം പോലെ ഉണ്ട്, പച്ചക്കായി. ഇതിൻ്റെ അടുത്ത കൊക്കോ പൂക്കാൻ വേണ്ടി തലപ്പ് വരും പൂത്ത് നിൽക്കുന്നു. ഇതിലൊക്കെ ഇഷ്ടം പോലെ പഴുത്തുണ്ട്. കണ്ടോ, ഈ മരത്തിലൊക്കെ ഇഷ്ടം പോലെ പഴുത്ത കായുണ്ട്. ഇതുണ്ടോ, ഇവിടെയാണ് ഷീറ്റ് ഒഴിക്കാൻ സാധാരണ മരം വെട്ടിയതിൻ്റെ പാല് ഇതിങ്ങനെ ഒഴിക്കാൻ വേണ്ടി അരിച്ചെടുക്കും ഇപ്പോൾ ചേട്ടായി. എന്നിട്ട് അതിന് ശേഷം അരിപ്പ പൊന്തിക്കുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെ പാല് വീഴും. ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് വീഴും. അതിൻ്റെ കരടുകളെല്ലാം തങ്ങി എല്ലാം പോവും. റബ്ബർ മരം വെട്ടിയിട്ട് ഷീറ്റ് ഒഴിച്ച് കഴിയുമ്പം അടിക്കുന്ന പരിപാടിയാണിത്. ഇതങ്ങനെയാണ് ഷീറ്റ് അടിച്ചെടുക്കുന്നത്. ഷീറ്റ് ആദ്യത്തെ ഒരു മെഷീൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ കയറ്റി വിടും. ഈ ഒരു മെഷീനിൽ വെച്ച് കയറ്റി വിടും. അതിന് ശേഷം അവിടെ കറക്കും, ഇങ്ങനെ കറക്കി കൊടുക്കും. അപ്പോൾ ഇത് നൈസായിട്ട് വരും. അതിനെ കൊണ്ടുവന്ന് ഇവിടെ ഇടും. എന്നിട്ട് ഈ മെഷീൻ്റെ അകത്തൂടെ കയറ്റുമ്പോൾ അതിൻ്റെ അച്ച് വരും. ഇത് മെഷീൻ പെരയൊന്നുമില്ല കേട്ടോ. മെഷീൻ ചുമ്മാ റബ്ബർ തോട്ടത്തിൽ തന്നെ കൊണ്ട് വെച്ചേക്കുക. എന്നുവെച്ചാൽ മെഷീൻ പെരയെന്ന് പറയുന്നത് അതിൻ്റെ അകത്താക്കുന്ന നഷ്ടമല്ലേ. അപ്പം മെഷീൻ റബ്ബർ തോട്ടത്തിലിരിക്കുവാണ്. അവിടുന്ന് തന്നെ പാൽ അവിടെ തന്നെ ഒഴിക്കുന്നു. അവിടുന്ന് തന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഉറയ്ക്കും. അത് അടിച്ച് വീണ്ടും എടുക്കുന്നു. ഇതാണ് പരിപാടി. ഒഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ആസെറ്റാണിത്. ഈ ആസെറ്റ് അതിൻ്റെ അകത്ത് ഒഴിക്കും. ഇതിങ്ങനെ കൂട്ടി വെച്ചേക്കുന്നതാണ്. നമ്മൾ ആസെറ്റ് മേടിച്ചിട്ട് കൂട്ടി വെച്ചേക്കുന്ന ആസെറ്റാണ്. എത്ര ഷീറ്റ് ഉണ്ടോ അത്രയും ഷീറ്റിനുള്ള അളന്നൊഴിക്കും വെള്ളത്തിലോട്ട്, അല്ലേ? ഇത് വെള്ളത്തിലോട്ട് അളന്നത് അങ്ങനെ എത്ര ഷീറ്റ് ഉണ്ടോ അത്രയും ഷീറ്റിനുള്ള അളന്നൊഴിച്ചുകൊണ്ടിരിക്കും. അപ്പുറത്ത് ഇരിക്കുന്നത് പാല്.
ഇതാണ് ഷീറ്റ് ഒഴിച്ചു വെക്കുന്ന ചേട്ടയാണ് റബ്ബർ ഷീറ്റ് ഒഴിക്കുന്നത്. എടുത്ത് വെക്കുന്നു. ഒരു ഡിഷ് നേരെ തിരിച്ചു വെച്ചു. ഡിഷ് നേരെ തിരിച്ചു വെച്ചിട്ട് അത് ഡിഷിലോട്ട് ഒഴിച്ചു വെക്കുന്നു. പത സൈഡിലോട്ട് ഒതുക്കി വെക്കുന്നു. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ 10-30 ഷീറ്റ് നമ്മൾ ഒരു ദിവസം. ഇത് ചേട്ടായി രാവിലെ തുടങ്ങിയതാണ്. രാത്രി തുടങ്ങി ഒരു 3 മണിയായപ്പോൾ റബ്ബർ വെട്ടാൻ പോകും. അതിനുശേഷം ഇപ്പോൾ ഒരു 10 മണിയായി. 10 മണിയാകുമ്പോഴത്തേനെ ഒരു 3 മണിക്കൂർ കാപ്പിടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വീണ്ടും റബ്ബർ ഷീറ്റ് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ മരത്തേൽ ഒഴിച്ചു വെക്കുന്നത്. എന്നിട്ട് ഷീറ്റ് അടിച്ചെടുക്കും. മെഷീനിൽ വെച്ച് അടിച്ച് എടുക്കും. ഇതുണ്ടോ, ഇതേപോലെ ചക്ക കഴിച്ചു. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ചക്ക ഇടാൻ പോവാണ്. അപ്പം ചേട്ടാ ഇവിടെ തോട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛൻ ഇവിടെ ഉണ്ട്. നമ്മൾ പ്ലാവ് നിറയെ ചക്കയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചക്ക ഇടാൻ പോയിട്ടോ. ഒരു മണ്ടൻ ചക്കയുണ്ട് പ്ലാവിൻ്റെ മണ്ടയിലാണ് കിടക്കുന്നത്. താഴെയൊന്നുമല്ല, താഴെയെല്ലാം കുഞ്ഞു കുഞ്ഞു ചക്ക ആയി വരുന്നുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ ഈ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിയ ചക്ക പറിക്കുകയാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടുവരണ്ടല്ലോ എന്നോർത്ത് ഇതാണ് നമ്മൾ പറിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പഴയ വീടിൻ്റെ ചിമ്മിണിയിൽ ചേട്ടായി കയറി നിൽക്കുവാണ്. അതൊക്കെ അടന്നു പോയിട്ടുണ്ട് കേട്ടോ. ജീവൻ പണയം വെച്ചിട്ട് ഞങ്ങളിവിടെ താഴെ നിൽക്കുന്നത് പേടിച്ചിട്ട്. കാരണം അത് അടന്നടന്ന് താഴോട്ട് വീഴുന്ന ഒച്ചയും കേൾക്കാം. പഴയ ഇതല്ലേ, അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നിന്നിട്ടാണ് പറിക്കാൻ പറ്റുള്ളൂ. പൊക്കത്തിൽ എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് നിൽക്കുക. അപ്പോൾ ചേട്ടായി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ചേട്ടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമോ ചക്ക പറിക്കാൻ വേണ്ടി. അപ്പോൾ ചേട്ടായിനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചക്ക നിലത്ത് വീണപ്പോൾ തന്നെ പ്ലാവിൻ്റെ ഒരു കൊമ്പെല്ലാം ഒടിച്ചുകൊണ്ടാണ് ചക്ക താഴോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകര ചക്ക എന്നൊക്കെ പറയാം. ശരിക്കും നമ്മളിങ്ങനെ വാർത്തയിലൊക്കെ കാണുമല്ലേ, രമണ്ടൻ ചക്ക എന്നൊക്കെ പറഞ്ഞു. എന്നാ വലിയ ചക്കയായിരുന്നു എന്നറിയാം. പക്ഷേ ചക്ക കൂഴയാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പഴുപ്പിക്കാനും കൊള്ളത്തില്ല. ഈ ഒരു ചക്ക ഞാൻ കൊണ്ടുവന്നിട്ട് 1 വർഷം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല പല സിപ്ലോക്ക് കവറിൽ. ഇതല്ല, ഇതിൻ്റെ ഒരെണ്ണം ആദ്യമായിട്ട് കഴിച്ചപ്പം അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേണ്ട പറിച്ചിട്ട് എൻ്റെ ദൈവമേ, ഇതൊരു വലിയൊരു കടമ്പാന്ന് പറയില്ല. എല്ലാവരും പേടിച്ച് വിറച്ച് പോയി. കാരണം എനിക്ക് പേടിയായിരുന്നു, ആ ചിമ്മിണി എങ്ങാനും അടന്നു പോവോ. വലിയ തോട്ടിയല്ലേ, ഭയങ്കര വെയിറ്റുള്ള തോട്ടിയാണ്. ചക്ക വീണപ്പോൾ എല്ലാവരും മുഖത്തും ഭയങ്കര സന്തോഷം. ചക്കയാണെങ്കിൽ അങ്ങോട്ട് വണക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് എല്ലാവരും ഒന്ന് പൊക്കി നോക്കി, പക്ഷെ അനങ്ങൂല. അത്രയും വെയിറ്റായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ആഘോഷമായിട്ട് ചക്ക ഇടാൻ പോയതാണ് ഈസ്റ്റർ കഴിഞ്ഞിട്ട്. പിന്നെ അത് പൊക്കി നോക്കും എല്ലാവരും. കണ്ടോ, ആർക്കും പൊക്കാൻ പറ്റൂല. ഒറ്റയ്ക്കൊന്നും ഒരാൾക്കും തൊടാൻ പറ്റില്ലാത്തൊരു ചക്കയത്. അമ്മച്ചിക്ക് ഞെട്ടിപ്പോയി. കാരണം അമ്മച്ചിയുടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. അമ്മച്ചി അച്ചാച്ചനെല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞു രണ്ടുപേരും നിൽക്ക് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ്. അമ്മച്ചിക്ക് ഇഷ്ടമില്ല കേട്ടോ വീഡിയോയിൽ വരുന്നത്. അമ്മച്ചി അറിയത്തോലുമില്ല. എന്നെ ഒന്നും ഇട്ടേക്കല്ലേ, എന്നെയും ഇട്ടേക്കല്ലേ എന്ന് പറഞ്ഞോണ്ട്. അടുത്ത ഇതോ മാങ്ങ കറിയാണ്. എല്ലാവരും കൂടെ മാങ്ങ കറി ചെളിക്കുത്ത് പറയുന്ന പോലെ. ആദ്യം ചേട്ടാവിൻ്റെ ഒരു കുലുക്കൽ കഴിഞ്ഞു. കാരണം ഇതുണ്ടോ, 2ാം വട്ടം പോയി കുളിക്കുന്ന കേട്ടോ. 3-4 മാവുണ്ട്. എന്താ പറയാനാ, മാവ് നിറയെ മാങ്ങയാണ്. കാരണം ഒരെണ്ണം നമുക്ക് പറിക്കാൻ പറ്റൂല, മണ്ടയിലാണ് കിടക്കുന്നത്. തോട്ടിയെടുത്ത് ഇങ്ങനെ കുലുക്കി എല്ലാ വർഷവും നമ്മൾ പാട്ടം കൊടുക്കുന്ന കേട്ടോ. പറിക്കാനൊന്നും ആളില്ലല്ലോ, നമ്മളെല്ലാം 4 വഴിക്കല്ലേ എല്ലാവരും. പിന്നെ ചേട്ടൻ ചേച്ചി മാത്രമേ ഉള്ളൂ. അവർക്ക് എന്നെ ഈ മാങ്ങ കൊണ്ട് എന്നാ ചെയ്യാനാ, അതുകൊണ്ട് വേണ്ട. ചക്ക എടുത്ത് ഇവിടെ ഉണ്ടോ, 2 പേരും കൂടെ ചക്ക ചുവന്നുകൊണ്ട് പോകുന്ന രംഗമായത്. പിന്നെ പേരക്ക ഉണ്ടായിരുന്നു കേട്ടോ. ആ ചക്ക പറയേണ്ട തിരക്കിൽ പേരക്കൊന്നും എനിക്ക് പറിച്ചു തരാളില്ലായിരുന്നു. പിന്നെ ചേട്ടാ ആ പേരയിലും ഏണി വെച്ച് കയറി എന്തൊരു സാഹസമാണ് കാണിക്കുന്നതുണ്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരു ഞാൻ ഇതുവരെയും കൊക്കപ്പഴം കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു കൊക്കപ്പഴം എടുത്ത് കഴിച്ച് നോക്കിയതാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചെടികളൊക്കെ കണ്ടപ്പം ഈ ഒരു കൊങ്ങണിയില്ലേ, നമ്മളിതിനെന്താ പറയുക, അരിപ്പൂ എന്ന് പറയാറ്. ഇത് ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കൊണ്ടുപോയി നട്ട കേട്ടോ. വീഡിയോ എടുക്കുന്ന വകുപ്പിൽ എനിക്ക് നല്ല ചൊറിച്ചിലും കിട്ടി. അത് കാരണം അതെന്തോ ഒരു സൈസ് ചെടിയാണ്. അതിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഹൈഡ്രാഞ്ചി, ഇതൊക്കെ കാണാൻ പോലും ഇല്ലാത്ത ചെടികളല്ലേ. കുറേ ചെടികളുണ്ട് കേട്ടോ. അഗ്ലോണിമയൊക്കെ ചേച്ചീൻ്റെ ചട്ടി നിറയെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ ഒരെണ്ണത്തിന് 1000 രൂപയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അമൽ പറഞ്ഞു എന്നോട് 8000 രൂപേൻ്റെ ചെടി എൻ്റെ ശിവ്യാൻ്റെ എടുത്തുകൊണ്ട് ഒപ്പങ്കര 8000 രൂപ തന്നാൽ മതി. അങ്ങനെ 3 ചട്ടി നിറയെ ഇരിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ വിലയൊന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെയല്ല, അഗ്ലോണിമ അവിടെയെല്ലാം ഭയങ്കര എന്താ പറയുക, ഒരു ചെടിക്കൊക്കെ പോയാൽ നമ്മളിങ്ങനെ നോക്കി വരുവുള്ളൂ, മേടിക്കില്ല, ഭയങ്കര വിലയല്ലേ. പിന്നെ റോസാ ചെടികളാണ് എല്ലാം പോയിട്ട്
നല്ല കൊലയായിട്ട് കിടപ്പുണ്ട്. ഇതൊക്കെ വെട്ടിക്കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ചേച്ചിക്ക് സമയമില്ല, കാരണം പശുവുണ്ട്, പുല്ലിന് പോകണം, റബ്ബർ വിട്ടുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് തിരക്കല്ലേ. ഒരിടയ്ക്കൊക്കെ നല്ലോണം ചെടി അടിപൊളിയായിരുന്നു. കൊക്കോ പറിക്കണം, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വരാൻ നേരത്ത് ചേച്ചി വേഗം ചോറ് വെച്ച് തന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണി കൊണ്ടുവരാമെന്ന് വെച്ച്, പിന്നെ വളിച്ചു പോയാലോ എന്ന് വെച്ച് വേഗം വെള്ളയരി ചോറൊക്കെ വെച്ച്, പിന്നെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറിയും ഇല വാട്ടിയിട്ട് അതിനകത്ത്, പിന്നെ ചേച്ചീൻ്റെ പോത്ത് ഉലർത്തിയതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു അല്ലേ പോത്ത് കഴിക്കാൻ, നല്ല രസം. എല്ലാ പ്രാവശ്യവും നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. ഈ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് 3 പേർക്കുള്ള ചോറെല്ലാം നമ്മൾ പൊതിഞ്ഞെടുക്കുക. കാരണം ഇപ്പം നമ്മൾ വേണ്ടാന്ന് നോക്കും. ചേച്ചി അമ്മച്ചി നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്ന കേട്ടോ. പകുതി വഴി എത്തുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അന്നേരം നമ്മൾ ചിന്തിക്കും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയാട്ടോ ഇത്. ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന വഴിയാട്ടോ ഇത്. നല്ല രസം. ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് വീടെങ്കിലും നല്ല ഭംഗിയാണ് കാണാനും. എന്താ പറയുക, പച്ചപ്പും മലയും കാറ്റും എല്ലാം കൊണ്ടും ഒരു നല്ല രസം. ആര് വന്നാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇറക്കം കഴിയണം. കയറിപ്പോകുമ്പോൾ ഞാൻ സകല ദൈവങ്ങളെയും വിളിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ മാതാവിനെ മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇരിക്കും. അവിടെ എത്തുമ്പോൾ എനിക്കൊരു പേടിയാണ്. അങ്ങനെ നമ്മൾ ഇരിട്ടിയിലെത്തി. ഇരിട്ടിയിൽ നിന്ന് നമ്മൾ സ്ഥിരം മീനൊക്കെ എടുക്കുന്ന സ്ഥലം അവിടെ അടച്ചു പോയെന്നല്ല, മീനൊക്കെ തീർന്നു. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് മീൻ കടയിൽ വരുന്നത്. അല്ലെ രാവിലെയൊക്കെ മീനൊക്കെ മേടിച്ച് ഐസൊക്കെ ഇട്ട് ശരിയാക്കും. അപ്പോൾ വന്നപ്പോൾ അവിടെ വേറെ ഇപ്പുറത്തെ ഒരു കടയിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. കുഴപ്പമില്ലായിരുന്നു, നല്ല വിലക്കുറവൊക്കെ ആയിരുന്നു, നല്ല മീനുമായിരുന്നു. അപ്പോൾ അവിടെ കുറേ കോഴി, താറാവ്, പിന്നെ മുയൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ ഇരിട്ടിയിൽ. കാടമുട്ട, പിന്നെ നാടൻ മുട്ട എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനൊരു കല്ലുമ്മക്കായ മേടിച്ചേ. കല്ലുമ്മക്കായ സാധാരണ നമ്മൾ അരിമാവിലൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്, ഇതെന്തോ മൈദ പോലെ ഉണ്ടായിരുന്നു. എനിക്കത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതൊരു പുതിയ കടയാണ്, കുഴപ്പമില്ല. പിന്നെ ഒരു ചായയും കുടിച്ചു. പിന്നെ എത്രയും പെട്ടെന്ന് കാട് കയറണം എന്നുള്ള ലക്ഷ്യമാണ്. ബ്ലോക്കാവും അല്ലേ. അപ്പം ഇതോടെ നമ്മുടെ വീഡിയോയും തീർന്നു.